എന്തൊരു മാറ്റാണ് നമ്മുടെ ആശുപത്രികളിൽ. ഞാനൊക്കെ അവിടെ പോയി ചികിത്സിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷെ ഞാൻ പോയാൽ ആളുകൾ പറയും ഇയാളെന്തൊരു പിശുക്കനാണ്, അയാൾ വലിയ സമ്പന്നനാണ്, അപ്പോ എല്ലാ ചികിത്സാ ചെലവും വഹിച്ചുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാനുള്ള സൗകര്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത്. പക്ഷെ എന്തൊരു സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളടക്കം കൊതിച്ചു പോവുകയാണ് അവിടെ പോകാൻ. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, നമുക്ക് ഈ വീഡിയോയിൽ ഈ മുഖ്യന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള അമേരിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് കൂടി ഒന്ന് മുന്നോട്ട് വെക്കാം. അതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു ബോധമുള്ള മലയാളിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു കൂട്ടുകച്ചവട സമ്പ്രദായത്തിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത് എന്ന്. നമുക്ക് പിണറായി വിജയൻ പറഞ്ഞതിനെ ഒന്ന് പരിശോധിക്കാം. എന്താ പറയുന്നത്? അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും നമ്മുടെ ആരോഗ്യ മേഖലയെ, നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോവാൻ കൊതിക്കുന്നു. അത്രത്തോളം സൗകര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു സമ്പന്നന്മാരൊക്കെ പിണറായി വിജയനോട് പറയുമ്പോഴും അവിടേക്ക് പോയാലൊക്കെ ഞങ്ങളെ പിശുക്കന്മാർ എന്നൊക്കെ ആളുകൾ പറയില്ലേ? അതെ, സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾക്ക് ലോകത്തേത് രാജ്യത്ത് പോയിട്ടും ചികിത്സിക്കാം. അത് അവരങ്ങനെ തന്നെ ചെയ്യട്ടെ. എന്നാൽ കേരളത്തിന്റെ മുഖ്യനോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടും എന്തേ സ്വന്തം ആരോഗ്യ മേഖലയെ ഒരു വിശ്വാസവും ഇല്ലാഞ്ഞിട്ടാണോ അങ്ങ് അമേരിക്കയിലേക്ക് ഓടുന്നത്? നിങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നതിനെ ആളുകൾ പുച്ഛിച്ചു തള്ളൂ. സ്വന്തം ഭരിക്കുന്ന സ്ഥലത്തെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോവാൻ സാധിക്കുന്നില്ല. മാത്രമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും പോവാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ. നമ്മുടെ പൊതുപണം എടുത്തുകൊണ്ട്, അല്ലാതെ ഇവരുടെ പാർട്ടി ഓഫീസിലെയോ അല്ലാതെ ഇവരുടെ സ്വന്തം ക്യാഷ് എടുത്തിട്ടല്ല അമേരിക്കയിലേക്ക് പോകുന്നത്. അതിസമ്പന്നർ അവരുടെ കയ്യിലെ ക്യാഷ് എടുത്തിട്ടാ പോവാ. അവര് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയാൽ ആളുകൾ പിശുക്ക് എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങള് ഇതുപോലെ പോകുന്നതിനെ ഉളുപ്പില്ലായ്മ എന്നേ പറയൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ അമേരിക്കക്കെതിരെയല്ലേ നിരന്തരം ഈ പിണറായി വിജയൻ ശബ്ദിക്കാറുള്ളത്? എന്താണ് ഒരു സാധാരണ വ്യക്തി പോലും തന്റെ ശത്രുവിന് അടുത്തേക്ക് എന്തെങ്കിലും ആവശ്യവുമായിട്ട് പോവോ? ഒരു അന്തസ്സുള്ള മനുഷ്യന് തന്റെ എതിരാളിയുടെ അടുത്തേക്ക് ഏതെങ്കിലും സമയത്ത് പോവോ? അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോവോ? അതൊന്ന് ചിന്തിച്ചിട്ട് ഈ മുഖ്യന്റെ ഒക്കെ ഒരു നിലപാടൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രത്തോളം അന്തസ്സില്ലായ്മയാണ് ഈ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ട് എതിർക്കുന്ന അമേരിക്കയിലേക്ക് ഓടുക. ഇതൊക്കെ തന്നെ പിണറായി വിജയൻ ഈ പോകുന്നതിന് ശേഷവും ഒരു ഉളുപ്പുമില്ലാതെ DYFI ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മുഖ്യമന്ത്രിയുടെ ചികിത്സ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ല. അതാണ് ചോദിച്ചത്. പിന്നെ ഈ ഫേസ്ബുക്കിലും മറ്റ് മാധ്യമങ്ങൾക്കെല്ലാം കൂടി ചില പേരില്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായി ID വെളിപ്പെടുത്താത്ത കുറേ ആളുകൾ നടത്തുന്ന ജൽപ്പനങ്ങളാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, കേരളത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾ വിവിധ രാജ്യങ്ങളിൽ ചികിത്സ നേടിയിട്ടുണ്ട്. അത് ഇന്നും നേടിയിട്ടുണ്ട്, ഇന്നലെയും നേടിയിട്ടുണ്ട്, ഇനി നാളെയും നമുക്കെല്ലാം ആശ്രയിക്കാൻ വേണ്ടി കഴിയുന്നത് തന്നെയാണ്. ഇപ്പോൾ ലോകത്ത് എവിടെയാണോ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നത് അവിടെ ചികിത്സയ്ക്ക് പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ അത് ജനകീയമായിട്ടുള്ള ഒരു വലിയ വളർച്ച നേടിയിട്ടുള്ള ആരോഗ്യ മേഖലയാണ്. അതിലിപ്പോൾ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള ഒട്ടേറെ പുതിയ മാറ്റങ്ങളുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, ലോകത്തെവിടെയാണോ മെച്ചപ്പെട്ട ആരോഗ്യ മേഖല അവിടേക്ക് ചികിത്സക്ക് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അതേപോലെ തന്നെ കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് വിവിധ ആളുകളൊക്കെ തന്നെ അമേരിക്കയിലേക്കൊക്കെ തന്നെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ മറ്റൊന്ന് എടുത്തു പറഞ്ഞത്, നമ്മുടെ ആരോഗ്യ മേഖല വലിയ വളർച്ചയിലാണ്, ലോകോത്തരമാണ്. ഇവരുടെ നിലപാടല്ലേ നമ്പർ 1 ആരോഗ്യ മേഖല എന്ന് പറഞ്ഞിട്ട്. എന്തൊരു ഉളുപ്പില്ലായ്മയാണ്. സ്വന്തം നേതാവ്, ഇവരുടെയൊക്കെ സ്വന്തം നേതാവ് തന്നെ അമേരിക്കയിലേക്ക് ഓടുന്നത്. ലോകത്തെ ഏറ്റവും നല്ല ചികിത്സയുള്ളിടത്തേക്ക് പോകുന്നതിൽ ഒരു പ്രശ്നമില്ല. അപ്പൊ ഇവര് തന്നെ സമ്മതിച്ചോ? ഇവര് സമ്മതിക്കൂല. ഇവര് തന്നെ പറയുന്നില്ലേ ഇതാണ് ലോകോത്തര നിലവാരമുള്ളത്. സ്വന്തം നേതാവ് പോലും അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോയിട്ടും പറയാണ് സ്വന്തം സ്ഥലത്തുള്ളത് തന്നെയാണ് ഏറ്റവും മികച്ചത് എന്ന്. ഇതൊക്കെ എത്ര ഉളുപ്പില്ലായ്മയാ. ഈ DYFI പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടെയുള്ള വിവിധ മേഖലകളിലുള്ള ആളുകൾ പോവാറുണ്ട്. സമ്പന്നരായിട്ടുള്ള ആളുകൾ പോകുന്നതിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നുണ്ട്. കോൺഗ്രസ് കേരളം ഭരിച്ച സമയത്തും ഇതുപോലെയൊക്കെ തന്നെ പോക്കുണ്ട്, സ്ഥിരമായിട്ട് പോവാറുണ്ട്.
ഇതൊരു കൂട്ടുകച്ചവടമാണ്. ഇവരെ പറയുമ്പോ ഇവരെന്ത് പറയും? അവരങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും ചെയ്യാം. അതെത്ര ഉളുപ്പില്ലായ്മയാ! അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ കേട്ടു നോക്കൂ. അദ്ദേഹം ചെക്കപ്പിന് വേണ്ടി പോയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. സംസ്ഥാനം വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്, കാലവർഷക്കെടുതിയും ആരോഗ്യ മേഖലയാക്കിയിട്ട്. അദ്ദേഹം ഇപ്പൊ ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ തീരുമാനിച്ചിട്ട് ചികിത്സയ്ക്ക് പോയില്ലല്ലോ. ചികിത്സയ്ക്ക് പോയതിന് ഞാൻ ഒരു കാരണവശാലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ചികിത്സയ്ക്ക് പോകണം, അദ്ദേഹം അസുഖം ഭേദമായി എല്ലാ അസുഖങ്ങളും മാറി തിരിച്ചു വരണം എന്ന് തന്നെയാണ്. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, പോയി തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു. അതിനകത്തൊന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. ചികിത്സിക്കാൻ ഒരാൾക്ക് അസുഖം വന്നാൽ അത് ചികിത്സിക്കാൻ പോകുന്നതിന് ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. അത് അവര് തീരുമാനിക്കേണ്ടതല്ലേ, അവരുടെ ഗവൺമെന്റ്, മുഖ്യമന്ത്രിയും പാർട്ടിയൊക്കെ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനില്ല. എന്തൊരു ദുരന്താവസ്ഥയാ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അത് അസുഖത്തിന് വേണ്ടി പോകുന്നതിനെ കുറിച്ച് ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് ഞങ്ങളൊന്നും പറയാത്തത്? നാളെ മുഖ്യമന്ത്രിയായാൽ ഈ പറയുന്ന വി ഡി സതീശനും അമേരിക്കയിലേക്ക് ചികിത്സക്ക് ഓടണേ. എന്തൊരു ഉളുപ്പില്ലായ്മയായത്! ഞങ്ങൾ എന്തിനു പറയാന്ന്? ഞങ്ങൾ അതിനൊന്നും. പിന്നെ ആരാണ് ഇവിടെ പ്രതികരിക്കേണ്ടത്? നമ്മുടെ കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയാ, ഞങ്ങൾ എന്തിനാ പറയുന്നത്? ഇവരല്ലേ പറയേണ്ടത്? ലോകോത്തര ആരോഗ്യ മേഖല കേരളത്തിലാണ്, നമ്പർ 1 ആരോഗ്യ മേഖല കേരളത്തിലാണ്. ഇങ്ങനെ പ്രചരണം നടത്തുന്ന ഭരണപക്ഷത്തിന്റെ മുഖ്യമന്ത്രി തന്നെ എന്തിനാണ് അമേരിക്കയിലേക്ക് പോകുന്നത്? നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചികിത്സിച്ചാൽ പോരെ, എന്തിനാണ് പൊതുപണം എടുത്ത് ദൂർത്തടിക്കുന്നത്? എന്തുകൊണ്ടാ ചോദിക്കാത്തത്? ഇതിലൂടെയാണ് ബോധമുള്ള മലയാളികൾ തിരിച്ചറിയേണ്ടത്. ഇതൊരു കൂട്ടുകച്ചവടമാ. ഇവര് പോകുമ്പോൾ കോൺഗ്രസ് ഒന്നും മിണ്ടില്ല, കോൺഗ്രസ് ഭരിക്കുമ്പോൾ CPM ഒന്നും മിണ്ടില്ല. ഇതൊരു കൂട്ടുകച്ചവടമാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയിലേക്ക് ഓടുന്നതിന് പകരം ആ നിലവാരമുള്ള ഹോസ്പിറ്റൽ സംവിധാനം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാത്തത്? ഇവിടെയുള്ള സാധാരണക്കാർക്ക് പിണറായി വിജയനെ പോലെ ഓടി അങ്ങ് അമേരിക്കയിലേക്ക് പോവാൻ സാധിക്കുമോ? ഇവിടുത്തെ അവസ്ഥ എന്താ? ചികിത്സക്ക് പോയാൽ മരണപ്പെടുമോ എന്നുള്ളത്, പനിയുമായിട്ട് പോയാൽ പോലും കെട്ടിടം തകർന്ന് മരണപ്പെടുമോ എന്നുള്ള ഭയത്തിലേക്കല്ലേ നമ്മുടെ ആരോഗ്യ മേഖല എത്തിയിട്ടുള്ളത്? ഇതൊക്കെ ഗൗരവത്തിൽ സകല ആളുകളും തിരിച്ചറിയണം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോലും എന്ത് തേങ്ങയാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. ഞാൻ എന്ത് പറയാനാണ്? ഞങ്ങൾ എന്ത് പറയാനാണ്? പിന്നെ ആരാണ് ഇവിടെ പറയേണ്ടത്? ഈ സതീശൻ ഇതൊക്കെ പറഞ്ഞതിന് ഒരുപാട് ആളുകൾ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ഇത് മര്യാദ 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 എന്ന്. കോപ്പിലെ മര്യാദ. സതീശൻ പറയുന്നു, അടിമകൾ വന്നിട്ട് മര്യാദ എന്ന് പറയുന്നു. പിണറായി വിജയൻ പോകുന്നു, DYFI പിന്തുണക്കുന്നു. എന്തൊരു അടിമത്തമാണ് ഇത്! സാധാരണക്കാർക്ക് ഇവിടെ ആരോഗ്യ മേഖലയിലേക്ക് എങ്ങനെയാണ് പോവാൻ പോലും സാധിക്കുക? അത്രത്തോളം ഒരു ദുരന്താവസ്ഥയിൽ നമ്മുടെ ആരോഗ്യ മേഖല പോകുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയാ, ഞങ്ങളെന്ത് മറുപടി? പൊതുപണം എടുത്തിട്ടായി പോകുന്നത്. നിങ്ങളല്ലാതെ മറ്റാരാണ് ഇതിന് ചോദ്യം ചെയ്യേണ്ടത്? ഇതിലൊരു മര്യാദയുമില്ല. ഇതൊരു നെറികേടാ. മുഖ്യൻ പോകുന്നതിനെ ചോദ്യം ചെയ്യണം. സ്വന്തം ഭരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല. നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? അവിടെയുള്ള മുഖ്യമന്ത്രിമാര് അവിടെ തന്നെ ചികിത്സിക്കുക. അവർക്കൊരു അസുഖം വന്നാല് ഇതല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത്? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ സർക്കാർ പറയും നമ്പർ 1. പ്രതിപക്ഷ നേതാവ് ഉളുപ്പില്ലാതെ നമ്പർ 1 കേട്ടാലും മിണ്ടാതെ പറയോ പോകുന്നതിൽ പ്രശ്നമില്ല. ഇതൊക്കെ തന്നെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക.